4ാം ക്ലാസ്സിലെ പഠന മികവ് രേഖ ഗണിതം അതിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യൂണിറ്റ് 1-ലെ 4 അക്ക സംഖ്യകൾക്കൊപ്പം എന്ന അതിലെ ചെറുത് വലുത് എന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടിവിടെ 2 പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പട്ടികയിൽ സംഖ്യകളായിട്ട് 1, 10, 100. രണ്ടാമത്തെ പട്ടികയിൽ സംഖ്യകളായിട്ട് 9, 99. മൂന്നാമത്തെ സംഖ്യ ഇവിടെ കൊടുത്തിട്ടില്ല. പട്ടിക 1-ൽ കോളം 2 അക്കങ്ങളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പട്ടികയിൽ അക്കങ്ങളുടെ എണ്ണം ഒരെണ്ണം എഴുതാനുണ്ട്. രണ്ടാമത്തെ പട്ടികയിൽ ഒരു സംഖ്യയും അതിൻ്റെ അക്കങ്ങളുടെ എണ്ണവും എഴുതാനുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇതാണ് പട്ടിക. ഈ പട്ടികയിൽ 100 എന്നുള്ളതിന് നേരെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ് നമുക്ക് എഴുതേണ്ടത്? 3 ആണ്. അതിലെ അക്കങ്ങളുടെ എണ്ണം 3. അതുപോലെ പട്ടിക 2-ൽ ഈ 99-ന് താഴെയുള്ള സംഖ്യ ഇത്. എന്താ ഈ സംഖ്യയുടെ പ്രത്യേകത? ഇത് ഒരക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ, 99 രണ്ടക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? 3 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 999. അതിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഇത്രയുമാണ് ഒന്നാമത്തെ പട്ടികയിലെ പ്രവർത്തനം. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ പ്രവർത്തനം, 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ ഈ കോളത്തിനകത്ത് എഴുതണം. ഏതാണ് ആ സംഖ്യ? 1000. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 999. ഇനി 3 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. 3 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, 999. 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, 1000. എങ്കിൽ ഇവ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഏതാണ്? അവ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. പിന്നൊരു ബന്ധം എന്ന് പറയുന്നത് അവ അടുത്തടുത്തുള്ള സംഖ്യകളാണ്. ഇങ്ങനെ നമുക്ക് ബന്ധങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇതാണ് അതിനകത്തുള്ള രണ്ടാമത്തെ പ്രവർത്തനം. ഇനി ഇതിൽ ഒരു പ്രവർത്തനം കൂടിയുണ്ട്. എന്താണ്? പട്ടിക 2-ലെ സംഖ്യകളുടെ പ്രത്യേകത എന്ത്? ആ പട്ടിക 2-ലെ സംഖ്യകൾ നോക്കിയിട്ട്, അതായത് പട്ടിക 2-ലെ സംഖ്യകൾ 9, 99, 999. ആ സംഖ്യകൾ കാണുമ്പോൾ എന്താണ് പ്രത്യേകത തോന്നുന്നത്? ആ പ്രത്യേകത ഈ കളത്തിനകത്തേക്ക് എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം ഒരു കളിയാണ്. കളിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ നമ്പർ കാർഡുകളാണ്. 1, 10, 100, 1000. എന്നിവയുടെ കാർഡുകളാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് 1-ന്റെ 9 കാർഡുകൾ, 10 എന്ന് എഴുതിയ 9 കാർഡുകൾ, 100 എന്ന് എഴുതിയ 9 കാർഡുകൾ, 1000 എന്ന് എഴുതിയ 9 കാർഡുകൾ. ഇവ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുത്ത് ഉണ്ടാക്കുക. ഇനി ഇത് 2 പേർക്ക് കളിക്കാം, 3 പേർക്ക് കളിക്കാം, 4 പേർക്ക് കളിക്കാം, 6 പേർക്ക് കളിക്കാം. ഈ 4, 9, 36 കാർഡുകളും കൂട്ടി ഇടകലർത്തുക. എന്നിട്ട് ഇപ്പം 4 കൂട്ടുകാർ ഒന്നിച്ചാണ് കളിക്കുന്നതെങ്കിൽ ഓരോരുത്തർക്കും വീതിച്ച് 9 വീതം കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരുടെ എണ്ണത്തിനനുസരിച്ച് അത് 2 പേർക്ക്, 3 പേർക്ക്, 4 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്ക് കളിക്കാം. ഇനി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇപ്പം 9 കാർഡുകൾ കിട്ടിയെന്ന് ഇരിക്കാം. 9 കാർഡുകൾ കിട്ടിയാൽ ആ കിട്ടിയ കാർഡുകളെ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. പരിശോധിച്ച ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു പട്ടിക തയ്യാറാക്കുക. എന്നിട്ട് ഒന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ പേരെഴുതാം. രണ്ടാമത്തെ കോളത്തിൽ 1000, മൂന്നാമത്തെ കോളത്തിൽ 100, അടുത്ത കോളത്തിൽ 10, അടുത്ത കോളത്തിൽ 1, പിന്നെ കിട്ടിയ പോയിന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത് മാളുവാണ് കിട്ടിയ പോയിന്റുകൾ പറയുന്നത്. മാളുവിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 1000-ൻ്റെയും 1 100-ഉം 10-ൻ്റെ 1-ഉം കിട്ടിയിട്ടില്ല, 1-ൻ്റെ 1-ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാളുവിൻ്റെ പോയിന്റ്
2000 2000 100 1 2101 2101. ഇതാണ് മാളുവിൻ്റെ പോയിന്റ്. ഇതുപോലെ ഇനി അടുത്ത് ഉണ്ണി കളിക്കുന്നതായിരിക്കാം. ഉണ്ണിയാണ്. ഉണ്ണിക്ക് ഇപ്പോൾ 1000-ൻ്റെ 3 കിട്ടി, അതേപോലെ തന്നെ 100-ൻ്റെ 2 കിട്ടി, അതേപോലെ തന്നെ 10-ൻ്റെ 1 കിട്ടി, അതേപോലെ തന്നെ 1-ൻ്റെ 1 കിട്ടിയില്ല. എങ്ങനെയാണെങ്കിൽ ഉണ്ണിയുടെ പോയിന്റ് 3 1000 3000, 2 100 200 10 3210. ഇതാണ് ഉണ്ണിയുടെ പോയിന്റ്. ഇങ്ങനെ എല്ലാവരും കളിക്കുക. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്ക് എന്ന് നോക്കുക. പിന്നീട് അത് എത്രയാണെന്ന് ഇവിടെ എഴുതാം. വിജയികൾക്ക് കിട്ടിയ പോയിന്റുകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുക. ഏറ്റവും വലുതാതെ എഴുതുക, അങ്ങനെ ക്രമീകരിച്ചിടുക. പിന്നെ ആദ്യം കളി തുടരാം. എങ്ങനെ? ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയ ആളാണ് അടുത്ത കളിക്കായി കാർഡുകൾ ഇടകലർത്തേണ്ടത്. കളി തുടരുക. ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ പ്രവർത്തനം വളരെ എളുപ്പമാണ്. ഈ പക്ഷിയുടെ കയ്യിലുള്ള ഈ സംഖ്യ ഏതാണെന്ന് അക്ഷരത്തിൽ എഴുതിയാൽ വേണ്ടത്. അതായത് അക്കത്തിലൂടെ തന്നിട്ടുണ്ട്, അതിനെ അക്ഷരത്തിൽ എഴുതണം. ചിലത് അക്ഷരത്തിൽ തന്നിട്ടുണ്ട്, അതിനെ അക്കത്തിലേക്ക് മാറ്റി എഴുതണം. ഇതാണ് ഇതിലെ പ്രവർത്തനം. നോക്കാം നമുക്ക്. ഇപ്പോൾ ഒന്നാമത്തത് 7603. 7603. ഇതാണ്. അടുത്ത് നോക്കാം നമുക്ക്. 5001. ഇവിടുത്തെ 1001 എന്ന് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? അക്ഷരത്തിൽ തന്നിട്ടുണ്ട്. ഇതിനെ അക്കത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നോക്കുക. 1001. 1001. ഇനി രണ്ടാമത്തേത് 6500. അതും അതുപോലെ എഴുതാം. 6500. എന്ന് എഴുതാം. ഇനി അടുത്തത് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട് 9009. അത് നമ്മൾ അക്ഷരത്തിൽ എഴുതണം. 9009. അടുത്തതും അവിടെ സംഖ്യ തന്നിട്ടുണ്ട് 8090. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം 3 കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. ഇത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പാറ്റേണുകളാണ് ഇതിനകത്തുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാറ്റേണുകൾ. ഒന്നാമത്തെ നോക്കുക. 1006, 1007, 1008. അടുത്ത സംഖ്യ ഏതാണ്? നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എത്രയാണ്? 1009. അടുത്ത സംഖ്യ 1010, 1011, 1012. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഞാൻ കണ്ടെത്തിയ രീതി, ആ രീതി എന്താണെന്നും കൂടി ഈ കോളത്തിന് എഴുതി. എന്താ രീതി? 6, 7, 8, 9, 10 ഇങ്ങനെ ക്രമത്തിൽ പോയത്. അതായത് 1 വീതം കൂട്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പാറ്റേൺ നോക്കാം. രണ്ടാമത്തെ പാറ്റേണിൽ നോക്കുക. 3148, 3248, 3348. അടുത്തത് എന്തായിരിക്കും? 3448, 3548. അതായത് എങ്ങനെ പോകുന്നത്? അടുത്ത സംഖ്യ 3648. അടുത്ത സംഖ്യ 3748. എങ്ങനെ കിട്ടിയത്? നമുക്ക് 10 വീതം കൂട്ടിയിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇവിടെ ഒരു സംഖ്യ വേണം, 3648. ഇനി അടുത്തത് നോക്കുക. ഇവിടെ 100 വീതം കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത് നോക്ക്. 2345, 3345, 4345. ഇവിടെ 1000 വീതം കൂട്ടിയിട്ടാണ് പോകുന്നത്. 5345, 6345, 7345, 8345. ഇവിടെ എത്രയാണ്?
1000 വീതം കൂട്ടിയിട്ടാണ് എഴുതുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 6365, 6375, 6385 ഇവിടെ 10 വീതം കൂട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6395. അടുത്തത് നോക്കണം 6405, 6415, 6425 അവിടെ 10 വീതം കൂട്ടിയിട്ടാണ് എഴുതുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം. അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനത്തിൽ നോക്കാം നമുക്ക് എന്താണ്. അഞ്ചാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംഖ്യകൾ കണ്ടെത്താം. 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് 4 അക്ക സംഖ്യകൾ രൂപീകരിക്കുക. സംഖ്യകളിലെ അക്കങ്ങൾ ആവർത്തിക്കരുത്. സംഖ്യകളുടെ അക്കങ്ങൾ ആവർത്തിക്കരുത്. അതായത് 1, 2, 3, 4 ഈ അക്കങ്ങൾ ഉപയോഗിച്ച് 4 അക്കങ്ങൾ ഉണ്ടാവണം. പക്ഷേ സംഖ്യകൾ ആവർത്തിക്കരുത്. നമുക്ക് ഒരുപാട് സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമുക്ക് 2, 4, 6, 8 എണ്ണമാണ് നമുക്കിവിടെ എഴുതേണ്ടത്. നോക്കാം. ഒന്നാമത്തെ സംഖ്യ 1, 2, 3, 4 ഉപയോഗിച്ചിട്ട് 1234, രണ്ടാമത്തെ 1243. ഇങ്ങനെ നമുക്ക് സംഖ്യകൾ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ചെയ്യാനുള്ളത് നോക്കുക. ഇതാണ് രൂപീകരിച്ച സംഖ്യകളിലെ അക്കങ്ങളുടെ തുക കണ്ടെത്തുക. നമ്മൾ ആ രൂപീകരിച്ച എല്ലാ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നമുക്കെല്ലാം 10 കിട്ടുക. കാരണം എല്ലാറ്റിലും അക്കങ്ങളൊന്നും തന്നെയല്ലേ. അതിൻ്റെ പ്രത്യേകത എല്ലാ സംഖ്യകളുടെയും അക്കങ്ങളുടെ തുക 10. അക്കങ്ങളുടെ തുക നമുക്ക് 10 കിട്ടും. ഇനി താഴെ നമുക്ക് എന്ത് ചെയ്യുന്നത് എൻ്റെ കണ്ടെത്തൽ. ഇതുപോലെ മറ്റ് സംഖ്യകൾ തുകയായി വരുന്ന 4 അക്ക സംഖ്യകൾ കണ്ടെത്താമോ? നിങ്ങൾക്ക് ഇപ്പോൾ അക്കങ്ങളുടെ തുക 10 കിട്ടിയത്. നമുക്കൊരു 12 കിട്ടുന്ന അക്കങ്ങളുടെ തുക 12 കിട്ടുന്ന കുറച്ച് സംഖ്യകൾ ഇതേപോലെ മേൽ കണ്ടെത്തിയതുപോലെ കണ്ടെത്തുക. അല്ലെങ്കിൽ ഒരു 15 കിട്ടുന്നവർ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുക. ഈ കോളത്തിനകത്ത് എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്ര. അതായത് തുക കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യ ഏതാണ്? നമുക്ക് ഏതാണ് സംഖ്യ എന്ന് നോക്കാം. നമുക്ക് സംഖ്യ ഏതാണ്? 9876 ആയിരിക്കും. കാരണം അക്കങ്ങൾ ആവർത്തിക്കാതെ എന്ന് പറഞ്ഞാൽ 9 ഏറ്റവും വലിയ സംഖ്യ. അതിൽ 8, 7, 6 ഇങ്ങനെ എഴുതിയായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അതിൽ അക്കങ്ങളുടെ തുക 9, 8, 17, 17, 7, 24, 6, 30 നമുക്ക് അക്കങ്ങളുടെ തുക കിട്ടുക. ഇതാണ് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 6ാമത്തെ പ്രവർത്തനം നോക്കാം. ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ശരിയായവ ചേർത്ത് എഴുതുക. ഇവിടെ ഇപ്പം 2025 ഉണ്ട്. ഈ 2025 കൂടിയും ചേർന്നാലുള്ള സംഖ്യ ഏതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 2024 കൂടിയും 25 കൂടിയും ചേർന്നാലുള്ള സംഖ്യ കണ്ടെത്താം നമുക്ക്. ഏതാ? 2025, 2025 അത് വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. നോക്കുക എങ്ങനെയാണ് നമുക്ക് വരച്ച് ചേർക്കുന്നത്. 2025. അതുപോലെ 1999 1 നമുക്കറിയാം. 2 കൂട്ടുകൾ എത്ര? 2000. അതുപോലെ 1000 775 1775. അതുപോലെ 1000 1 1001. ഇതാണ് നമ്മുടെ സംഖ്യകൾ. ഇനി ഇതിൽ തന്നെ 6ാമത്തെ പ്രവർത്തനക്കാരിലെ 2ാമത്തെ പ്രവർത്തനം വലുതിന് ചുറ്റും വട്ടം വരക്കുക. ഇവിടെ 876, 916, 789, 697. ഏതാണ് വലുത്? വലുത് ഇതിൽ 916. അതുപോലെ 2ാമത്തത് 333, 345, 354, 300. ഏറ്റവും വലുത് 354. അതുപോലെ 1000, 999, 998, 997. ഇതിൽ ഏറ്റവും വലുത് 1000. അതുപോലെ 6789, 6779, 6799, 7000. ഏറ്റവും വലുത് 7000. അതുപോലെ 1234, 2345, 3456,
4567. ഏറ്റവും വലിയ സംഖ്യ 4567. അതുപോലെ 999 9009, അതേപോലെ തന്നെ 999 9999. ഏറ്റവും വലിയ സംഖ്യ നമുക്കറിയാം 9999. ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ.